ഇന്ത്യ ഒരു ഭീമൻ രാജ്യമാണ്. ഇന്ത്യ വിചാരിച്ചാൽ പാകിസ്ഥാൻ തവിടുപൊടിയായി പോകും. മാത്രമല്ല, ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇതൊക്കെ അറിയാതെ വെറുതെ വീരസ്യം മുഴക്കരുത്. ഇതാര് പറഞ്ഞാണെന്നറിയോ? പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ സഹോദരി നോറിൻ നിയാസി പറഞ്ഞതാണ്. ഇമ്രാൻഖാൻ ജയിലിലാണ്. വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തെ ഏകാന്ത തടവിൽ പോലെ പാർപ്പിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് മരിച്ചുപോയി എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. ഇമ്രാൻ്റെ സഹോദരിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കോടതി നിർദ്ദേശമുണ്ടായിട്ടും ഇമ്രാനെ കാണാൻ അനുമതി കൊടുത്തിരുന്നില്ല. അത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം വീണ്ടും ഇമ്രാൻ്റെ സഹോദരി നോറിൻ വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് വന്നിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാം. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളെ പാകിസ്ഥാൻ ഭീകരന്മാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി മതം ചോദിച്ച് കലിമ ചൊല്ലാൻ അറിയാത്ത പേരിൽ ഹിന്ദുക്കളും 25 ഹിന്ദുക്കളും ഒരു ക്രിസ്ത്യാനിയും വെടിവെച്ച് കൊന്നതിൻ്റെ പ്രതികാരം തീർക്കാൻ, ഓർക്കുന്നില്ലേ, നരേന്ദ്രമോദിയോട് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഒരു യുവതിയുടെ സിന്ദൂരക്കുറി പാകിസ്ഥാൻ ഭീകരന്മാർ മായ്ച്ചു കളഞ്ഞത്. നിങ്ങളുടെ മോദിയോട് പോയി പറയുന്നത്. അവരുടെ സങ്കടം മോദി കണ്ടു. എന്നിട്ട് മോദി പാകിസ്ഥാനുള്ള തിരിച്ചടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ, നമ്മുടെ യുവതികളുടെ വീട്ടമ്മമാരുടെ നെറ്റിയിലെ സിന്ദൂരക്കുറി മായ്ച്ചതിനുള്ള ഇന്ത്യയുടെ പ്രതികാരം, അങ്ങനെ പേരിട്ടാണ് നരേന്ദ്രമോദി നടത്തിയത്. ആ സിന്ദൂർ ആക്രമണത്തെക്കുറിച്ച് നോറിൻ നിയാസി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തെ വല്ലാതെ വിറളി പിടിപ്പിച്ചിരിക്കുന്നു. അതിന് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സൈബർ വിഭാഗം നോറിൻ നിയാസിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ടിരിക്കുക. ഒരുപക്ഷെ നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് വിടുന്ന സമയത്ത് തന്നെ മറ്റൊരു വാർത്ത വന്നേക്കാം. നോറിൻ റിയാസി എന്ന ഇമ്രാൻഖാൻ്റെ സഹോദരിയെ പാകിസ്ഥാൻ പട്ടാളം അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയും സംഭവിക്കാം. പാകിസ്ഥാൻ അങ്ങനെയാണല്ലോ, ജനാധിപത്യം എന്നു പേരുള്ള പട്ടാള ഭരണം നടക്കുന്ന സ്ഥലമാണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഉണ്ടെങ്കിൽ അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയാണ് രാജ്യം ഭരിക്കുന്നത്. ആ സൈനിക മേധാവിക്ക് ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് പട്ടാള മേധാവി ആയിരിക്കുമ്പോഴും അത് വിരമിച്ചാലും രാജ്യത്തെ ഒരു നിയമവും ബാധകമല്ല, ഒരു നിയമ നടപടിയും എടുക്കാൻ പറ്റില്ല എന്നുള്ള ഭരണഘടനാ ഭേദഗതി വരെ പാകിസ്ഥാൻ പാർലമെൻറ്റ് പാസ്സാക്കി. പ്രധാനമന്ത്രിക്ക് ആ സംരക്ഷണയില്ല, പ്രസിഡന്റിനില്ല. പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കുമെതിരെ അധികാരത്തിൽ ഇരിക്കുമ്പോഴും അധികാരം വിട്ടാലും വേണമെങ്കിൽ കേസെടുക്കാം. പക്ഷെ സൈന്യത്തലവനെതിരെ പറ്റില്ല. അപ്പോൾ രാജ്യം ഭരിക്കുന്ന ആരാണ്? സൈന്യമാണ്. ആ സൈന്യത്തിനെതിരെയാണ് ഇമ്രാൻഖാൻ്റെ സഹോദരി വലിയ മാരകമായ പ്രഹരം നടത്തിയിരിക്കുന്നത്. അവർ പറയുകയാണ്, പാകിസ്ഥാനെ അടിച്ച് തകർത്തേനെ ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് തകർക്കാത്തതിന് കാരണം ഇസ്രയേലാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോട് പറഞ്ഞു, പാകിസ്ഥാനെ തകർക്കണ്ട, ബാക്കി വെച്ചേക്ക്, കുറച്ച് ശ്വാസം, കൊല്ലണ്ട, പേടിപ്പിച്ചാൽ മതി, അവൻ്റെ ശ്വാസം വിട്ടേക്ക്, ബാക്കിയൊക്കെ തകർത്തോ. അപ്പോൾ മോദി ചോദിച്ചു, എന്താ കാര്യം? നോറിൻ നിയാസിയുടെ കഥയാണ്. എന്താ കാര്യം? അല്ല മോദിജി, പാകിസ്ഥാൻ ഇപ്പോൾ ഞങ്ങളെ അംഗീകരിക്കാൻ പോവാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രയേലിനെ ഇതുവരെ അംഗീകരിക്കാത്ത ഒരു ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ. ഇവർ തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളില്ല, പരസ്പരം എംബസി ഇല്ല. കാരണം പലസ്തീൻ്റെ പക്ഷത്താണ് പാകിസ്ഥാൻ. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള ഇസ്ലാമിക അജണ്ട മുന്നോട്ട് വെക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഒരിക്കലും ഇസ്രയേലിനെ അംഗീകരിക്കില്ല എന്നായിരുന്നു പാകിസ്ഥാൻ്റെ നിലപാട്. പക്ഷേ ഇപ്പോൾ ഇസ്രയേലിനെ അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം അക്കോർഡിൽ ഒപ്പിടാൻ തയ്യാറായിരിക്കുന്നു. ആ സൗദി അറേബ്യയുമായി ചേർന്ന് പാകിസ്ഥാൻ ഒരു സൈനിക കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും പാകിസ്ഥാൻ അനധിവിദൂരമായ കാലത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം ആരംഭിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരും. പാകിസ്ഥാനെ നമുക്ക് ശരിയാക്കിയെടുക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പണി കൊടുക്കും എന്നൊക്കെ ഇസ്രയേൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കാം എന്നാണ് നോറിൻ നയാസി പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ഈ പ്രേരണ കൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ കഴിഞ്ഞ മെയ് മാസത്തിൽ 2025 മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ തകർത്ത് തരിപ്പണമാക്കാതിരുന്നത് എന്നാണ് നോറിൻ നിയാസി
ഒരു ഇൻ്റർവ്യൂവിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് പാകിസ്ഥാൻ പട്ടാളത്തെ, പാകിസ്ഥാൻ സർക്കാരിനെ വല്ലാതെ വിറളിയെടുപ്പിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാനിലെ മതമൗലികവാദികൾക്ക് ഇപ്പോൾ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പരസ്യമായി വന്നു പറഞ്ഞു കഴിഞ്ഞു, ആസിം മുനീറെ താൻ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ യൂണിഫോം ഊരി വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, നമുക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ISI പാകിസ്ഥാനെതിരെ നിലപാടെടുക്കുന്നത് പോലെ അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റ് കക്ഷികളും പാകിസ്ഥാനെതിരെ നിലപാടെടുക്കുകയാണ്. ആ സമയത്താണ് പാകിസ്ഥാൻ ഇസ്രയേലുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ അബ്രഹാം അക്കോർഡിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് സൗദി അറേബ്യയുമായി കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആക്ഷേപം നോറിൻ നിയാസി പറഞ്ഞിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ്റെ അടിത്തറ ഇളക്കുന്നതാണ്. കാരണം ഇക്കാലം അത്രയും പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം ഇക്കാലം അത്രയും ഇസ്രയേലിനെ അനുകൂലിക്കില്ല, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവർ ഇസ്രയേലിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ വലിയ കലാപം ഉണ്ടാവും. പാകിസ്ഥാനിൽ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം നടന്നു. അവർ വെടിവെച്ചു കൊന്നു ആക്രമണകാരികളെയൊക്കെ അമേരിക്കൻ പട്ടാളം. അതുപോലെയാണ് അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കാനും ഇടയാക്കുന്ന ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നോക്കൂ, സൗദി അറേബ്യ യമനിലെ ഹൂത്തികളെ ആക്രമിക്കുകയാണ്. ഹൂത്തികൾ എന്ന് പറയുന്നത് ഇറാൻ്റെ ചോറ്റുപട്ടാളമാണ്. ലബനോണിലെ ഹിസ്ബുള്ള പോലെ യമനിൽ ഇറാൻ ആയുധം കൊടുത്ത് പണം കൊടുത്ത് നിർത്തിയിരിക്കുന്ന കൂലിപ്പട്ടാളമാണ് ഹൂത്തികൾ. അവരെ സൗദി അറേബ്യ ആക്രമിക്കുന്നു. സൗദി അറേബ്യ യമനിലെ ഹൂത്തികളുമായി യുദ്ധത്തിലാണ്. പാകിസ്ഥാനുമായിട്ടുള്ള കരാർ എന്താണ്? സൗദിക്ക് നേരെ ആരെങ്കിലും ആക്രമിച്ചാൽ, സൗദി ആരെങ്കിലുമായി യുദ്ധത്തിൽ പങ്കാളിയായാൽ പാകിസ്ഥാനും പങ്കെടുക്കണം, അതിൽ പങ്കാളിയാവണം. അതാണ് കരാർ. ആ കരാർ ലംഘിക്കപ്പെട്ടാൽ, ആ കരാർ പാലിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവാതെ വന്നാൽ പാകിസ്ഥാന് കൊടുത്തിട്ടുള്ള ബില്യൺ കണക്കിന് ഡോളറിൻ്റെ വായ്പ തിരിച്ചു മേടിക്കും സൗദി അറേബ്യ. അങ്ങനെ വല്ലാത്ത എലിക്കണിയിൽപ്പെട്ട, കത്രിയപ്പൂട്ടിൽപ്പെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ഹൂത്തികളെ സൗദി അടിക്കുമ്പോൾ അക്കൂട്ടത്തിൽ സൗദിയിൽ ഇതിനകം തന്നെ എത്തിയിട്ടുള്ള 2000-ഓളം വരുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ അതിനെ സഹായിക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തിട്ടാണ് നോറിൻ നിയാസി പാകിസ്ഥാനിൽ വലിയ കോലാഹലം ഉണ്ടാക്കാവുന്ന, വലിയ വിപ്ലവം ഉണ്ടാക്കാവുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളം, പാകിസ്ഥാൻ ഭരണകൂടം വെറുതെ ഇരിക്കുമോ? ഈ പശ്ചാത്തലത്തിലാണ് വളരെ പെട്ടെന്ന് സൈബർ നിയമപ്രകാരം നോറിൻ നിയാസിക്കെതിരെ കേസെടുക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം പട്ടാളത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാനിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ വല്ലാതെ സങ്കീർണമായിരിക്കുന്ന പാകിസ്ഥാൻ്റെ 3 മേഖല, വസീറിസ്ഥാൻ മേഖല, POK, ബലൂചിസ്ഥാൻ, ഇവിടെയൊക്കെ വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമാറ് മതമൗലിക ശക്തികൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പാകിസ്ഥാൻ തങ്ങളുടെ വിദേശ നയം മാറ്റി ഇസ്രയേലുമായി ഒരു ബാന്ധവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതിന് ഇന്ത്യയുടെ സപ്പോർട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒട്ടും സുഖകരമല്ലാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നോറിൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിന് ഇന്ത്യ എന്ന് മറുപടി പറയുമെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. ഇന്ത്യ മിക്കവാറും ഇത് റബിഷ്, ചവറ് എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നേക്കാം. പാകിസ്ഥാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. നോറിനെ നിയമ നടപടിക്ക് വിധേയയാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഇതൊരു ഡെവലപ്പിംഗ് സ്റ്റോറിയാണ്. ഇതെങ്ങനെ മറിയുമെന്നത് നമുക്ക് കണ്ടറിയണം. ഇമ്രാൻഖാനെ പോലെ ഇമ്രാൻഖാൻ്റെ സഹോദരിയും നോറിൻ നിയാസിയും ജയിലിലേക്കാണോ പോകുന്നതെന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ കഴിയും. അതും ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരാം. നമ്മുടെ ചാനലിനൊപ്പം സഞ്ചരിക്കാൻ മറക്കാതിരിക്കുക. ഇന്ത്യ ലൈവ് കാണുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം പരമാവധി ആളുകൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം, ലിങ്ക് ഷെയർ ചെയ്യണം, ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാതിരിക്കുക.